നമസ്കാരം, ഞാൻ ഷൗമി. ഒരു സമയത്ത് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ പിടിച്ചു കയറി വരും. ഇപ്പോൾ മറ്റേ വിവോ ആണ്. അൺബോക്സിങ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു വസ്തുവിനെ പറ്റി പറയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്പെക്ക് ഞാൻ പറയും, ഇതെൻ്റെ പ്രോഡക്റ്റ്, അത് ഞാൻ പറയും. അപ്പോൾ ഞാൻ വന്നത് ഷൗമി 17 Pro എന്ന് പറയുന്ന ഈ ഫോൺ കാണിച്ചു തരാനാണ്. ഈ കയ്യിലിരിക്കുന്ന ഇതാണ് നമ്മുടെ ഷൗമി 15T Pro എന്ന് പറഞ്ഞ കഴിഞ്ഞ വർഷം നമ്മൾ ഇറക്കിയ ഫോൺ. കിഡിലോസ്കി ഫോണാണ്, നല്ല വലിയ ഫോണാണ്, നല്ല മനോഹരമായ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്പെക്കിനെ പറ്റി പറയാനാണെങ്കിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ 7A പ്രൊട്ടക്ഷനാണ് വരുന്നത്. MediaTek Dimensity 9400 പ്ലസിൻ്റെ ചിപ്സെറ്റാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. 9500 ചിപ്സെറ്റാണ്. നമുക്ക് 5Xൻ്റെ ലൈക്ക മറ്റേ ടെലിഫോട്ടോ നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതേ സാധനം തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. എന്താണെങ്കിലും മനോഹരമായ കളേഴ്സ് ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു നീല കളർ വരുന്നുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു വയലറ്റ് കളറാണ്, ബ്ലാക്ക്, വൈറ്റ്, അങ്ങനെയൊക്കെ പല പല കളറിലാണ് ഇത് വരുന്നത്. നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്യാം. യെസ്, ഒരു 100 വാട്ടിൻ്റെ ചാർജറും അതേപോലെ തന്നെ ഒരു Type A to Type C കേബിളും. അത് മാത്രമല്ല അതേപോലത്തെ ഒരു കറുത്ത കളർ കേസ്. പക്ഷേ മനോഹരമായ ഒരു കളറായതുകൊണ്ട് ഞാൻ പറയുന്നത് ആരും കേസ് ഇടരുത് എന്നാണ്. എന്താണെങ്കിലും ഇതാണ് ഐറ്റം. ഇതിൻ്റെ മെയിൻ സ്പെക്ക് എന്ന് പറയുന്നത് 7000 mAh കാർബൺ സിലിക്കൺ ബാറ്ററി, ലൈക്ക 5X പെരിസ്കോപ്പ് ടെലിഫോട്ടോ, കിഡില്ല ലെൻസാണ്. കഴിഞ്ഞതാണ്ട് ഇതിൻ്റെ വീഡിയോ ഇവിടെ കിടപ്പുണ്ട്, അതിൽ പോയി നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് കിഡില്ല ലെൻസാണെന്ന്. MediaTek Dimensity 9500, 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്. ഇതാണ് ഷൗമിയുടെ 50 വാട്ട് വയർലെസ് ചാർജിങ്. ഇതൊരു Type Cയിലോട്ട് കുത്തിയിട്ട് ഈ ഫോൺ എടുത്ത് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പടയെന്ന് പറഞ്ഞ് ചാർജ് ആവും. അപ്പം 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് എന്ന് പറയുന്നത് ഇതാണ്. ഇതേപോലെ ഓരോ കമ്പനിക്ക് ഓരോരോ ചാർജറുണ്ട്. കേട്ടല്ലോ, ഞാൻ പറഞ്ഞില്ല പിടിച്ചില്ല എന്നൊന്നും പറയരുത്. നിങ്ങൾ കാണാൻ പറ്റുന്ന പോലെ സ്പെക്കൊക്കെ അതാണ്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കീറി വന്നിരിക്കുകയാണ്, സന്തോഷം. ഇത്തിരി കഷ്ടമാണ് ഈ പതുക്കെ ഇളകാം. മനോഹരമായ കളറാണ് ഗൈസ്, മനോഹരമായ കളർ. ദിസ് ഇസ് ഷൗമി 17T Pro ഇൻ പർപ്പിൾ കളർ. മെറ്റാലിക് ഫ്രെയിമും ഗ്ലാസ് ബാക്കും, അതേപോലെ തന്നെ നമുക്ക് കിഡിലം ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ബിൽറ്റ് ഇൻ ആയിട്ടുള്ളൊരു സ്ക്രീൻ പ്രൊട്ടക്ടറും തരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദുബായിൽ ഈ സാധനം ഈ മാസം ഉടനെ ലോഞ്ച് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇന്ത്യയിൽ ഈ വർഷം 17T Pro റിലീസുണ്ട്. ശരിക്കും ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ല, എനിക്കും വലിയൊരു സർപ്രൈസ് ആയിപ്പോയി. ലൈക്കേരെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് പവർ ഓൺ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ബാക്കിയുള്ള കാര്യമൊക്കെ അവൻ പറയും. അപ്പം മെയിനായിട്ടും ഇതിലൊരു സെല്ലിംഗ് പോയിൻ്റ് എന്നൊക്കെ പറയുന്നത് പുതിയ ചിപ്സെറ്റൊക്കെയാണ്. അപ്പം ബാക്കി കാര്യങ്ങൾ അവൻ പറയട്ടെ. പിന്നെ ഇത് ദുബായ് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ NFC-യും eSIM സപ്പോർട്ടും മസ്റ്റായിട്ടും ഇതിൻ്റെ അകത്ത് കാണും. അതിലൊന്നും ആരും പേടിക്കുകയൊന്നും വേണ്ട. ബട്ട് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഇന്ത്യ ഗെറ്റ്സ് ടു എക്സ്പീരിയൻസ് ദ T വേരിയൻ്റ് ഓഫ് അവർ ഡിവൈസസ്. അതൊരു നല്ല കാര്യമാണ് ഗൈസ്. നമുക്ക് അറബിയൊന്നും വേണ്ട, നമുക്ക് ഇംഗ്ലീഷ് മതി. ഇവിടെ 7000 mAh ബാറ്ററിയാണ്, നല്ല ബാറ്ററി ലൈഫാണ്. പിന്നെ നമ്മുടെ ഒരു HyperOS ഇതിലോട്ടൊന്ന് ഒപ്റ്റിമൈസ്ഡും ആണല്ലോ, അതുകൊണ്ട് അതിലൊന്നും ആരും പേടിക്കണ്ട. പിന്നെ ഇതിൻ്റെ അകത്ത് ബ്ലോട്ട്വെയർസും ആഡ്സൊക്കെ വരും, അതൊക്കെ നിങ്ങൾക്ക് എടുത്ത് കളയാം. പിന്നെ ആഡ്സിൻ്റെയൊക്കെ അതൊക്കെ ഓഫ് ചെയ്തിടാം. ഇതിൻ്റെ അകത്ത് ഇപ്പോഴും ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ തന്നെയാണ് വരുന്നത്. ഇത്രയും വിലയൊക്കെ കൂട്ടിയ സ്ഥിതിക്ക് നമുക്കൊരു അൾട്രാസോണിക്കൊക്കെ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. ബട്ട് നോ, ഇതിൻ്റെ അകത്ത് ഇപ്പോഴും ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വേണ്ടത്. ലൈറ്റ് അടിക്കുന്ന പരിപാടി. 144 Hz റിഫ്രഷ് റേറ്റ് ആണെന്ന് തോന്നുന്നു. ഗെയിമിംഗ് സമയത്ത് ആ ഒരു ഹയർ റിഫ്രഷ് റേറ്റിൽ ആ ഗെയിം സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അത് ചെയ്യും. അല്ലാത്ത പക്ഷം 120 Hz എല്ലാ ഫോണുകളും ഉള്ളത്. ആരും ഇവിടെ നിന്ന് കള്ളം പറയണ്ട, എനിക്ക് അത്രേ പറയാനുള്ളൂ. HyperOS വന്നിരിക്കുകയാണ്. HyperOS കുറച്ചും കൂടെ സ്മൂത്താക്കി, കുറച്ചും കൂടെ ബെറ്ററാക്കി, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മനോഹരമായ ഒരു ഡിസ്പ്ലേ നിങ്ങളുടെ കൺമുന്നിൽ. നല്ലൊരു പർപ്പിൾ കളർ തീമാണ് കൊടുത്തിരിക്കുന്നത്. 6.8 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ് കേട്ടോ, വലിയ ഡിസ്പ്ലേ ആണ്. സോ ക്യാമറയൊക്കെ ജില്ലാങ്കടി ജില്ല തന്നെയായിരിക്കും. എൻ്റെ ലൈക്ക എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറ, ഒരു അൾട്രാ വൈഡ് 1X. പിന്നെ നേരെ 5Xലാണ് ഒപ്റ്റിക്കൽ വരുന്നത്. നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ജില്ല് ഫോട്ടോസ് നിങ്ങൾക്ക് ഇതേപോലെ എടുക്കാം.
ഓക്കെ, ബേസിക് സ്പെക്കിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് 12 GB റാമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഡിമെൻസിറ്റി 9500 ഒരു ചിപ്സെറ്റ് വരുന്നുണ്ട്, 7000 mAh ബാറ്ററി, അതിൽ 100 വാട്ടിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അത് ചാർജറിൻ്റെ അകത്തുണ്ട്. 50 വാട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല വയർലെസ് ഉണ്ട്. 5G ബാൻഡ്സ്, 4G ബാൻഡ്സ്, 3G ബാൻഡ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നാനോ സിം സപ്പോർട്ട് 2 ഇ സിം സപ്പോർട്ടും വരുന്നുണ്ട്. 2 വേരിയൻ്റാണ് വരുന്നത്, 512 GB 1 TB. പിന്നെ UFS സ്റ്റോറേജ് 4.1, LPDDR5X അൾട്ര റാം എന്ന് പറയേണ്ട, അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഔട്ട് ഓഫ് ദ ബോക്സ് Android 16. പിന്നെ നമുക്ക് ക്യാമറയെ പറ്റി പറയാനാണെങ്കിൽ 12 മെഗാ അൾട്രാ വൈഡാണ് വരുന്നത്, 50 മെഗാ പെരിസ്കോപ്പ് 5Xും 50 മെഗാ ഒരു വൈഡുമാണ് വരുന്നത്. ഇതിലെല്ലാം ലൈക്കയുടെ കളറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന 2 50 മെഗാ OIS വരുന്നുണ്ട്. 8 മെഗാ അൾട്രാ വൈഡല്ല, 12 മെഗാ അൾട്രാ വൈഡാണ് കേട്ടോ. പിന്നെ നമുക്ക് പിന്നെ ഫ്രണ്ട് മെഗാ 32 മെഗാ സെൽഫി ഷൂട്ടർ, അതിൽ 4K സപ്പോർട്ട് വരുന്നുണ്ട്, HDR സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് സ്റ്റീരിയോ സ്പീക്കറിൽ വരുന്നുണ്ട്. 24 ബിറ്റിൻ്റെ ഹൈ റെസൊല്യൂഷൻ ഓഡിയോ സപ്പോർട്ട് വരുന്നുണ്ട് എന്ന് പറയേണ്ട. ബ്ലൂടൂത്ത് 6.0, വൈഫൈ 7, പിന്നെ NFC ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, അതായത് IR ബ്ലാസ്റ്റർ, മറ്റേ റിമോട്ട് കൺട്രോൾ ആക്കണ പരിപാടി അതുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്പെക്ക് വരുന്നത് ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു പാട്ടും കൂടെ കേൾപ്പിച്ച് തന്നിട്ട് ഞാൻ പൊയ്ക്കോളാം. കൊള്ളാം, വലിയ ഫോണായതുകൊണ്ട് തന്നെ നല്ല ലൗഡായിരിക്കും, നല്ല രസമുണ്ട്, സ്പീക്കർ അടിപൊളി. മെയിൻലി താഴ്ന്നാണ്, ബോട്ടം ഫയറിങ് സ്പീക്കറാണ്. നമുക്ക് പിന്നെ ഇവിടെ നിന്ന് ചെറുതായിട്ടൊരു ഇത് വരുന്നുണ്ട്. മെയിനായിട്ട് താഴത്തെ അടച്ചു കഴിഞ്ഞാൽ മുകളിൽ നിന്നൊരു ഇത്ര കേൾക്കത്തുള്ളൂ. നല്ല ക്ലാരിറ്റി, നല്ല ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇടി വരട്ടെ നല്ല രസമാണ്. സൂപ്പർ. ഇടിയുള്ള പാട്ടൊന്നുമില്ലേ? വാ, നല്ല സെപ്പറേഷനുണ്ട്. ഇൻസ്ട്രുമെൻ്റ് ആയിക്കോട്ടെ, അതിൻ്റെ ഒരു പരിപാടികളായിക്കോട്ടെ, ഒരു ബഹളമല്ല, നമുക്കൊരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് വെരി നൈസ്. സോ ഇതൊക്കെയാണ് ഈ ഒരു ബേസിക് ആയിട്ടുള്ള പരിപാടി. എന്താണെങ്കിലും ഇതാണ് ഫോൺ. ആൻഡ് ബാക്കി കാര്യങ്ങൾ ലാഭം പറയും, എനിക്ക് പറയാൻ താല്പര്യമില്ല. അപ്പോൾ എന്താണെങ്കിലും അതാണ്. വേറൊരു സാധനം കൂടെ ഉണ്ട് ഗൈസ്, അതും കൂടെ ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നാട്ടിലിറങ്ങാൻ യാതൊരു സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ചൈനയിലൊക്കെ ഉണ്ടായിരുന്നു ഈ സാധനം. നിങ്ങൾ ചൈനയിലൊക്കെ പോകുന്നവർക്ക് ഇത് മേടിക്കാം, പക്ഷേ നിങ്ങൾക്കിത് ദുബൈയിൽ നിന്നും ഈ സാധനം മേടിക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാനൊരു ടെക്സ്റ്റായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഇടാം. സോ എന്താണെങ്കിലും ഇതെന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ഫോട്ടോ പ്രിൻ്റർ പ്രോ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ ഇറ്റ്സ് വർക്ക് വിത്ത് ഐഫോൺ ആൻഡ് ഐപാഡ് ആൻഡ് ഓൾസോ ഷവമി ഹോമുമായിട്ടും ഈ സാധനം ഇത് വർക്കാവും. ആൻഡ്രോയിഡ് സപ്പോർട്ടും വരുന്നുണ്ട്, അത് മാത്രമല്ല ബ്ലൂടൂത്ത് സപ്പോർട്ടും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏതൊക്കെ ഫോണുമായിട്ട് കോമ്പാറ്റബിൾ ആണെന്നുള്ളത് നിങ്ങൾക്കൊരു വലിയ ലിസ്റ്റ് തന്നെ ഇവിടെ നിന്ന് കാണാം. ഒരുപാട് സാധനങ്ങൾ, ഐഫോൺ 16 പ്രോ മാക്സ് പ്ലസ് 15 സീരീസ്, 13 പ്രോ, 11 പ്രോ, 7, SE, ഒരുമാതിരിപ്പെട്ട എല്ലാ ഐഫോണും ഈ ഒരു സാധനത്തിൽ സപ്പോർട്ടാവും. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പേര് പറയുന്നത് പോലെ തന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോണിലെടുക്കുന്ന ഫോട്ടോസ് നിങ്ങൾക്ക് ഷടപടയെന്ന് പ്രിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം. ഇതിൻ്റെ ഫിലിം നല്ല കട്ടിയാണ്, അപ്പോൾ അതൊന്നും എല്ലാവരും മനസ്സിൽ വെച്ചേക്കുക. എക്സ്ക്യൂസിറ്റ് ഇമേജ് ക്വാളിറ്റി വിത്ത് വൈബ്രൻറ്റ് കളേഴ്സ്, നല്ല കളറായിട്ട് നിങ്ങൾ കിട്ടുമെന്നാണ് പറഞ്ഞത്. ലോങ് ടേം സ്റ്റോറേജ് ആൻഡ് ഫെയ്ഡ് റെസിസ്റ്റൻസ്, അതായത് ഈ പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന സാധനം പെട്ടെന്നൊന്നും ദ്രവിച്ചു പോവില്ല എന്നാണ് അവർ പറയുന്നത്. എയർ വീഡിയോസ്, സൗണ്ട് ഫോട്ടോസ്, അതായത് ഇതിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. ഈ ഫോട്ടോ നിങ്ങളൊരു വീഡിയോ സെറ്റപ്പിൽ നിന്നാണ് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വെച്ച് അത് സ്കാൻ ചെയ്യണം, നിങ്ങളുടെ ഫോട്ടോ സ്കാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് ആ വീഡിയോ നിങ്ങൾക്കത് കാണാൻ പറ്റും. അത് ലൈവ് വീഡിയോ ആണെങ്കിൽ അങ്ങനെ. എന്താണെങ്കിലും ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ ഈ ഇൻസ്റ്റൻറ്റ് ഒരു സാധനം ഉണ്ടല്ലേ, പോളറോയിഡ് ക്യാമറയൊക്കെ ഇല്ലേ, അതേ ഒരു പരിപാടിയാണ് അവിടെ. പക്ഷേ തൊലിഞ്ഞ കളറിലാണ് നിങ്ങൾക്ക് ആ ഫോട്ടോ കിട്ടുന്നത്. ഇതിൽ നല്ല ജില്ലായിട്ട് നിങ്ങൾക്ക് ഇതിൽ കളറിൽ കിട്ടും. അതാണ് മലയാളം. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ഷവമിയുടെ സാധനം. നമുക്ക് ബിൽട്ടിനായിട്ടൊരു 10 ഷീറ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. ഔട്ട്സൈഡ് ദ ബോക്സ് ഒരു 10 ഷീറ്റ് ഓഫ് പേപ്പർ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കാഡ്രിഡ്ജ്. ഇതാണ് സാധനം. നമ്മുടെ പ്രിൻ്റർ ഇല്ലേ, നമ്മുടെ
അതേ ഐഡിയ തന്നെയാണ്. അപ്പം ഇത് ഈ മഷി തീരണമനുസരിച്ച് ഇതും മേടിക്കണം, നല്ല വിലയാണ്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ച് വയ്ക്കുക. പിന്നെ ഇത് ചാർജ് ചെയ്യാനായിട്ട് ഒരു ടൈപ്പ് സിയുടെ ഒരു കേബിളും നമുക്ക് തരുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണുള്ളത്. മനോഹരമായ ഒരു പവർ ബാങ്ക് പോലെ ഇരിക്കുന്ന ഒരു ഗംഭീര പ്രിൻ്ററാണ് നിങ്ങളുടെ ഫ്രണ്ടിലുള്ളത്. കണ്ടല്ലോ, സൂപ്പർ. ഇവിടെ ഒരു പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ വഴിയാണ് കാഡ്രിഡ്ജ് ദണ്ടേ ഈ സാധനം ഇടേണ്ടത് ഈ വഴിയാണ്. കണ്ടല്ലോ. ഇനി നമ്മൾ ഇവിടെ തുറക്കുകയാണ്. വളരെ നല്ല ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ. പ്ലാസ്റ്റിക്കും പിന്നെ ഒരു എന്തോ പോലത്തെ ഇതെല്ലാം പ്ലാസ്റ്റിക് ബോഡി തന്നെയാണ്. ഇവിടെ ചാർജ് ചെയ്യാനുള്ള പോർട്ടുണ്ട്. എന്താണേലും മനോഹരമായിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് മറ്റേ പേപ്പർ വെച്ച് കൊടുക്കേണ്ട. ഇവരത് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ബ്ലൂടൂത്ത് വഴിയോ ഏത് വഴിയോ, ആപ്പിളൊക്കെ ആണെങ്കിൽ ബ്ലൂടൂത്ത് വഴി ഇത് കണക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഫോട്ടോ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഷടപടയെന്ന് നടക്കും. കാണിച്ചു തരണോ? Good morning, ladies and gentlemen. Welcome to your favorite. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എൻ്റെ കയ്യിലിരിക്കുന്നു ഷൗമിയുടെ 17T Pro. 17T എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഷൗമി 17ഉം 17 പ്രോയൊന്നുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഇത് അതിൻ്റെ ഒരു 1 സ്റ്റെപ്പ് ഡൗൺ നിൽക്കുന്നൊരു വെർഷനാണ്. ഈ ഫോൺ നമ്മുടെ നാട്ടിലും റിലീസുണ്ട് ഈ വർഷം. എന്താണെങ്കിലും ദുബായിൽ 17Tയും 17T പ്രോയും 2 ഫോണുകളും വരുന്നുണ്ട്. ഒരെണ്ണം ഒരു 6.5 ഇഞ്ചസും ഒരെണ്ണം 6.8 ഇഞ്ചസുമാണ് വരുന്നത്. നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് വരുന്നത്. കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പം ഈ ക്യാമറ അറയിലൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ആമോലെഡ് പാനലാണ് വരുന്നത്. 1.5K റെസൊല്യൂഷൻ, 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. അത് ഒബ്വിയസ്ലി ഗെയിമിംഗ് സമയത്താണ് അങ്ങനെ അത് മാറാൻ പോകുന്നത്. അല്ലാത്ത പക്ഷം 120 ഹെർട്സിൽ തന്നെയായിരിക്കും നമ്മളുടെ നാവിഗേഷൻ പരിപാടിയൊക്കെ വരുന്നത്. നമുക്ക് 3160 ഹെർട്സിൻ്റെ മറ്റേ PWM ഡിമ്മിങ് വരുന്നുണ്ട്. 2160 അല്ല, 3000 സംതിങ് ഹെർട്സാണ്. 3000 സംതിങ് ഹെർട്സാണ് PWM ഡിമ്മിങ്. അതാകുമ്പം ഫ്ലിക്കറിങ്ങും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. പിന്നെ നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഐ തിങ്ക് 4500 നിറ്റ്സിൻ്റെ എന്തോ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇറ്റ്സ് വെരി ബ്രൈറ്റ്. നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് നിങ്ങൾ ഡിസ്പ്ലേ അണ്ടർ ദ സണ്ണൊക്കെ യൂസ് ചെയ്താലും ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി വിസിബിൾ. ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. HDR10+ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട് ഓൺ നെറ്റ്ഫ്ലിക്സ്. ആൻഡ് ഡോൾബി വിഷൻ്റെ സിനിമകൾ കാണുന്ന സമയത്ത് അതും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാറ്ററിയെ പറ്റി പറയാനാണെങ്കിൽ 7000 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. വിച്ച് ഈസ് അവർ 16% എന്തോ ആഡഡ് ഓൺ സിലിക്കൺ മെറ്റീരിയൽസ്, മറ്റേ സിലിക്കൺ കാർബൺ മെറ്റീരിയൽ സിലിക്കൺ കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ട്. മറ്റേത് യൂഷ്വലി അങ്ങനെയല്ല, ഒരു മിക്സ്ചർ ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ലിഥിയം അയണിനെയും കാട്ടിലും കുറച്ചും കൂടെ ഒരു സിലിക്കൺ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി മച്ച് മോർ ബെനിഫിഷ്യൽ. 7000 mAhൻ്റെ ബാറ്ററി ഈസിലി യു ആർ ഗെറ്റ് എ ഫുൾ ഡേ ബാറ്ററി ലൈഫ് ഈസിലി. ഹെവി യൂസേജ് ഒക്കെ ആണെങ്കിൽ 1 ഡേ കിട്ടും. ഒരു ലൈറ്റ് യൂസർ ആണെങ്കിൽ 1.5 days ഫോർ ഷുവർ. അതുമാത്രമല്ല പെട്ടിയിനകത്ത് 100 വാട്ടിൻ്റെ ചാർജർ വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഇതാണ് കേട്ടോ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജർ മേടിച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ്. ഈ ഒരു പെർട്ടിക്കുലർ വയർലെസ് സ്റ്റാൻഡ് മേടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് 50 വാട്ട് കിട്ടത്തുള്ളൂ. അല്ലാത്ത വശം 25 വാട്ടും പിന്നെ റിവേഴ്സ് വയേർഡ് ചാർജിങ് ഒക്കെ വരുന്നുണ്ട്. എന്ന് പറയേണ്ട സകല സാധനങ്ങളും ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് HyperOS 3 തന്നെയാണ് വരുന്നത്. അതായത് Android 16 ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നുണ്ട്. 5 വർഷത്തെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആൻഡ് സെക്യൂരിറ്റി അപ്ഡേറ്റ് അവർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് ഈ ഒരു വെർഷനിൽ എനിക്ക് വലിയ ബ്ലോട്ട് വെയർസ് ഒന്നും കണ്ടില്ല. ആകപ്പാട് ഈ ഷൗമിയുടെ കുറേ ആപ്പുകളുണ്ട്. മറ്റേ ഷൗമി സ്റ്റാർ, പിന്നെന്തിരി മറ്റേ ഗെയിം, കോപ്പ്, ഗെറ്റ് ആപ്പ്, അങ്ങനെ കുറേ സാധനങ്ങൾ. ആ ഗെറ്റ് ആപ്പ് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വയ്ക്കുക. ആകപ്പാടെ ബ്ലോട്ട് വെയർ ആയിട്ട് വന്നത് എത്ര സാധനമാണ്. വേറെ അനാവശ്യമായിട്ടുള്ള കൂതറ കളികളോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അതൊരു വല്ലാത്തൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ഇത്രയും സാധനങ്ങളാണ് ഔട്ട് ഓഫ് ദ. പിന്നെ സോഫ്റ്റ്വെയറിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല സ്മൂത്താണ്, സ്നാപ്പിയാണ്. പിന്നെ AI പരിപാടികളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ജസ്റ്റ് ഇതാണ്ട് ഇതിൽ കയറിയിട്ട് നമുക്ക് കയറി നോക്കി കഴിഞ്ഞാൽ എവിടെ അതാണ്ട ഷൗമി ഹൈപ്പർ AI ഇതാ ഇത്രയും സാധനങ്ങളുണ്ട്. AI റൈറ്റിംഗ് അസിസ്റ്റൻറ്റ്, ഡൈനാമിക് വാൾപേപ്പർ, AI റൈറ്റിംഗ്, ക്രിയേറ്റീവ് അസിസ്റ്റൻറ്റ്, AI സ്പീച്ച് റെക്കഗ്നിഷൻ, ട്രാൻസ്ലേഷൻ,
ഇൻ്റർപ്രറ്റർ, AI സബ് ടൈറ്റിൽസ് ഒക്കെ അറിയാലോ. ഞങ്ങൾക്ക് പറഞ്ഞു അടുത്ത സാധനമാണ്. ഒരു അറിഞ്ഞിടാത്ത ഭാഷയിൽ ആ സാധനം ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഇംഗ്ലീഷിലോട്ടോ അയാലോട്ടോ തർജ്ജമ ചെയ്യുന്നതും ട്രാൻസ്ലേഷൻ ചെയ്യുന്നതും AI റൈറ്റിംഗ് ടൂളും ഒക്കെ വരുന്നുണ്ട്. സോ ദീസ് ആർ തിങ്സ്. പിന്നെ നമുക്ക് മറ്റേ അല്ലാതെ മറ്റേ പടത്തിൻ്റെ അവിടെ വരുമ്പോൾ മറ്റേ അൺബ്ലർ, ബെസ്റ്റ് ഷോട്ട്, സകല സാധനങ്ങളും ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഓക്കെ. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിൻ്റെ അകത്തിരിക്കുന്നത് MediaTek Dimensity 9500 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്, വിച്ച് ഇസ് എ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ്. ഈ സാധനം പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോൺ വെച്ചിട്ട് AnTuTu സ്കോർ എടുക്കാനും ആർക്കും വയ്യ. ആകെപ്പാടെ CPU ത്രോട്ടിൽ ചെയ്ത് 72% മാത്രമേ പോയിട്ടുള്ളൂ. ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. 3D മാർക്കും ചെയ്യാൻ വയ്യ, AnTuTu സ്കോറും ചെയ്യാൻ വയ്യ. ഞാൻ മറ്റേ നെറ്റിൽ കയറി നോക്കിയപ്പോൾ ഏകദേശം 3 മില്യനും 3.2 മില്യനൊക്കെ വരുന്ന ഒരു ചിപ്സെറ്റാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. സോ ഇറ്റ് ഹാസ് ലിറ്ററലി എവറിത്തിങ് വിച്ച് യു വാണ്ടഡ് ഓൺ എ ഫ്ലാഗ്ഷിപ്പ് ഫോൺ. പിന്നെ എന്താ പറയുക, ഗെയിമിങ്ങിനെ പറ്റിയൊക്കെ പറയാനാണെങ്കിൽ നിങ്ങൾ ഏത് ഗെയിമും ഇതിൻ്റെ അകത്ത് വർക്കാവും. നിങ്ങൾക്ക് ഗ്രിഡ് ലെജൻഡ് ആയിക്കോട്ടെ, ഈ ഫുട്ബോൾ ആയിക്കോട്ടെ, കോൾ ഓഫ് ഡ്യൂട്ടി ആയിക്കോട്ടെ, PUBG ആയിക്കോട്ടെ, എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. എനിക്ക് വലിയതായിട്ടുള്ള ഹീറ്റിംഗ് പരിപാടിയോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. കുറച്ചും കൂടെ വലിയ ഫോൺ ആയതുകൊണ്ട് തന്നെ ഹീറ്റ് ഡിസപ്പേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫോണിൽ ഫീൽ ചെയ്തത്. അത് അതിൻ്റെ ഒരു വലിയ സൈസ് ആയതുകൊണ്ടാണ്. കോമ്പാക്റ്റ് ആകുമ്പോഴാണ് ഈ ഹീറ്റ് ഡിസപ്പേഷൻ്റെ ഒരു ചെറിയ പ്രശ്നം വരുന്നത്. എന്താണെങ്കിലും നല്ലൊരു കൂളിംഗ് സിസ്റ്റവും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. So that is the performance of this particular phone. Great battery life, nice performance, nice display. ഞാൻ പറയും, എനിക്ക് യാതൊരു രീതിയിലുള്ള ഫോൺ കട്ടാവുകയോ വൈഫൈ കട്ടായി പോകുന്നതോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഇതിൻ്റെ അണ്ണനെ പറ്റിയാണ്, നമ്മുടെ ക്യാമറ. ഈ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെയിനായിട്ടും ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും ഈ 1x എന്ന് പറയുന്നത് നമ്മുടെ 50 മെഗാ പിക്സലും, ഇതിലൊരു 5x ഉണ്ട്, ഇതും 50 മെഗാ പിക്സലാണ്. ഈ ഒരു 5x ആണ് ഈ ഒരു ഫോണിൻ്റെ ഒരു ടേണിങ് പരിപാടി. അതിൻ്റെ തന്നെ നമുക്കൊരു 10x വരെയൊക്കെ അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാം, നല്ല രീതിയിലുള്ള പരിപാടികൾ നമുക്കിവിടെ കിട്ടും. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ഷോട്ട്, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ഡുവൽ വീഡിയോ, അറിയാലോ ഒരേ സമയത്ത് 2 തുറങ്ങണം, മൂവി മോഡ്, ലോങ് എക്സ്പോഷർ, പനോരമ തുടങ്ങിയ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്ക് മോളിൽ തന്നെ ലൈവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി പിടിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എടുക്കുന്ന ഫോട്ടോസ് നമുക്ക് എന്താ പറയുക, നല്ല ക്വാളിറ്റി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഈ സാധനം കണ്ട ഈ പ്രിൻ്ററിൽ എടുക്കുന്ന ഫോട്ടോ പ്രിൻ്റ് ഔട്ട് ആയിട്ട് വരും. ഈ ലൈവ് ഫോട്ടോ വരും, നമ്മളത് സ്കാൻ ചെയ്ത് ഈ ഫോൺ വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ എടുത്ത വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് തരും. മനസ്സിലായി? ഒരു QR കോഡ് പോലത്തെ ഒരു പരിപാടിയാണ്, നല്ല രസമാണത്. സോ നിങ്ങൾക്ക് എടുക്കുന്ന ഫോട്ടോ തന്നെ ഇതിൽ നമ്മൾ ചെയ്യാം. ഇതിന് 400 സംതിങ് ദർഹമാണ് കേട്ടോ ഇതിന്. പിന്നെ അകത്തിടുന്ന മറ്റേ 10 ഷീറ്റ് വെച്ചിട്ട് മേടിക്കാം. അതും ഈ പറയുന്ന വില അങ്ങനെ 50 ദർഹം അനുസരിച്ച് എത്ര ഷീറ്റ് മേടിക്കണം അതിനനുസരിച്ച് അത് കൂടും. പിന്നെ ഇതിൻ്റെ അകത്ത് ഇടുന്ന പ്രിൻ്ററിന് മറ്റേ ഇതുണ്ടല്ലോ, ഇങ്കിന് പൈസ ഡിഫറൻ്റ് ആണ്. പക്ഷേ ഇത് മൊത്തത്തിൽ മേടിക്കാൻ 400 സംതിങ് ദർഹമാണ്. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. പിന്നെ നമുക്ക് പോർട്രേറ്റിൽ 1x 2x 5x 1x 2x 5x വെച്ച് ഫോട്ടോ എടുക്കാം. നല്ല കിടില ഫോട്ടോസ് ഉണ്ട്. പിന്നെ മാസ്റ്റർ പോർട്രേറ്റും ലൈക്ക പോർട്രേറ്റും ആണ് വരുന്നത്. ഡോക്യുമെൻ്റ് എടുക്കാൻ അറിയാമല്ലോ, ഡോക്യുമെൻ്റ് എടുക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ മറ്റേ സാധനമുണ്ട്, പാസ്പോർട്ടിൻ്റെ ഫോട്ടോയോ ആധാർ കാർഡിൻ്റെയൊക്കെ ആ ഡോക്യുമെൻ്റ് വെച്ച് എടുക്കാം. വീഡിയോ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് 4K 30 FPS സപ്പോർട്ട് അൾട്രാ വൈഡിലും ഈ പറയുന്ന 1x-ലും 2x-ലും ഒക്കെ വരുന്നുണ്ട്. ഈ 8 മെഗാ പിക്സലിൻ്റെ അല്ലാത്തതുകൊണ്ടാണ് ഈ അൾട്രാ വൈഡിൽ നമുക്ക് ഈ പറയുന്ന 4K 30 FPS സപ്പോർട്ട് വരുന്നത്. നമുക്ക് ഏകദേശം 120 FPS വരെ വരുന്നുണ്ട്. പക്ഷേ 120 FPS ഒറ്റ ഇതിലേ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് അതേപോലെ സൂം ഇൻ ചെയ്യാം മാക്സിമം ഒരു 6x വരെ. ഇത് ഡിജിറ്റൽ ക്രോപ്പാണ്, അതായത് ഈ പറയുന്ന മെയിൻ സെൻസറിൻ്റെ ഡിജിറ്റൽ ക്രോപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. അല്ലാതെ ഇത് നേരെ സ്വിച്ച് ചെയ്തിട്ട് 5x ടെലിഫോട്ടോയിലോട്ടല്ല പോകുന്നത്. അതായത് ഈ 5x എന്ന് പറയുന്നത് നമ്മൾ സൂം ചെയ്ത് 5x ആക്കുന്നത് ടെലിഫോട്ടോ അല്ല, ഡിജിറ്റൽ ക്രോപ്പാണ് മെയിൻ സെൻസറിൻ്റെ. അപ്പം 4K 120 FPS സ്ലോ മോഷൻ എടുക്കാം. ദാറ്റ്സ് ഓൺലി ഫോർ വൺ പെർട്ടിക്കുലർ ഐറ്റം. അത് ആ 5x കൂടെ കൊടുക്കായിരുന്നു, എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. 60 FPS നമുക്ക് അൾട്രാ വൈഡും 5x ഒക്കെ എടുക്കാം. സോ ദാറ്റ് ഈസ് ദെയർ. സൂപ്പർ മാക്രോ എന്ന് പറയുന്ന ഒരു മോഡ് വരുന്നുണ്ട്, സ്റ്റഡി ഷോട്ട് വരുന്നുണ്ട്, കുറച്ചും കൂടെയൊക്കെ ഒരു ഗിംബൽ ലൈക്ക് ഒരു സാധനം തരാനായിട്ട്. പിന്നെ ഗിംബൽ ലൈക്ക് പരിപാടി വരാനായിട്ട്. പിന്നെ പ്രോ മോഡുണ്ട്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ നമുക്കിവിടെ നല്ല രീതിയിൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടാകും. നമുക്ക് വൈറ്റ് ബാലൻസ് കൺട്രോൾ ചെയ്യാം, ISO കൺട്രോൾ ചെയ്യാം, എക്സ്പോഷർ കൺട്രോൾ ചെയ്യാം, ഷട്ടർ സ്പീഡ് കൺട്രോൾ ചെയ്യാം. ഇതൊക്കെ നമ്മളുടെ ഇവിടെയാണ് വരുന്നത്. സോ ഇത്രയും സാധനങ്ങളാണ്. ആൻഡ്
ഐ ഹാവ് ടേക്കൺ ഫ്യൂ പിക്ചേഴ്സ് വിത്ത് ദിസ് പെർട്ടിക്കുലർ ഫോൺ. അത് നമുക്ക് കണ്ടിട്ട് അത് വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് തന്നെ ഇതേപോലത്തെ നല്ല ടയറിൻ്റെ ഫോട്ടോ ഒക്കെ ഇതേ ക്ലാരിറ്റിയിലൊക്കെ ജില്ലായിട്ട് എടുത്തത് 5X എടുത്തത്. നമ്മുടെ ഇതും 5X എടുത്തത് സുബിന്. അപ്പം ഈ മൂവിങ് ഒബ്ജക്ട്സ് ഒക്കെ കുറച്ച് ചാലഞ്ചിങ് ആണ്. ബട്ട് അഗെയിൻ യു ക്യാൻ ടേക്ക് സം റിയലി നൈസ് പിക്ചർ. അതേപോലെ ഇത് സെൽഫിയാണ്. നല്ല സെൽഫി ഫോട്ടോസ് എടുക്കാം. 32 മെഗാ സെൽഫി ക്യാമറയാണ്. അതിൽ 4K വീഡിയോ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വേണ്ട. അപ്പം അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇതേപോലെ നല്ല ജൂവലറിയുടെയൊക്കെ നല്ല ക്ലോസപ്പ് ഷോട്ട്സൊക്കെ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഇതേപോലെ ലൈറ്റ് നല്ലൊരു ലൈറ്റൊക്കെ വരുന്ന ഒരു ഏരിയ ആണെങ്കിൽ നല്ല രസമായിട്ട് ഹൈലൈറ്റൊക്കെ കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് നല്ല രസമായിട്ട് തന്നെ നല്ല കിട്ടില്ല ഫോട്ടോസ് നല്ല പോലെ എടുക്കാൻ പറ്റും. നല്ലൊരു ഫോട്ടോ എടുക്കാൻ അറിയാമെന്നറിയാം കേട്ടോ. ഞാനൊക്കെ ഭയങ്കര അമച്ചറായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സാണ്. ഇതേപോലത്തെയൊക്കെ ഫോട്ടോസ് നിങ്ങൾക്ക് മനോഹരമായിട്ട് തന്നെ എടുക്കാം. ഇതേപോലത്തെ പോർട്രേറ്റ്സൊക്കെ നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ നല്ല മനോഹരമായ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നല്ല എഡ്ജ് ഡിറ്റക്ഷനൊക്കെ നിങ്ങൾ കാണാൻ പറ്റുന്ന പോലെ എഡ്ജ് ഡിറ്റക്ഷനൊക്കെ അത്യാവശ്യം നൈസ് തന്നെയാണ്. ആൻഡ് ഞാൻ പറഞ്ഞു നമുക്ക് ട്രൂ ടു ദ കളറല്ല, ഇത് ലൈക്കേരെ കളർ സ്കീമാണ് വരുന്നത്. അല്ലാതെ ഇത് നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ നമ്മുടെ സ്കിൻ ടോണൊന്നും അത്ര സംഭവമൊന്നും അല്ല. ബട്ട് അഗെയിൻ ദീസ് ആർ ലൈക്ക് ഇൻസ്റ്റാഗ്രാമബിൾ പിക്ചേഴ്സ് വിച്ച് ഈസ് ആക്ച്വലി പ്രെറ്റി നൈസ്. സോ ഇതേപോലെയൊക്കെ നല്ല ഫോട്ടോ അറിയാവുന്നവർക്കൊക്കെ നല്ല സുഖമായിട്ട് എടുക്കാം. ഞാൻ പറയില്ല നല്ല രസമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. നല്ല ഫേസൊക്കെ കണ്ട സൂപ്പറായിട്ട് ഫോട്ടോസ് എടുക്കാം. യാതൊരു കുഴപ്പവും ഞാൻ കണ്ടില്ല. പൂവിൻ്റെ ഫോട്ടോ ആയിക്കോട്ടെ, പച്ചയൊക്കെ ഉണ്ടോ ജില്ലെന്നിരിക്കണുണ്ട്. അതാണ് ഈ ഒരു സാധനം. പിന്നെ നൈറ്റ് നമ്മൾ എല്ലാവരും കൂടെ ഗ്ലോബൽ വില്ലേജിൽ പോയായിരുന്നു. ആ സമയത്ത് എടുത്ത ഒരു സെൽഫി ഷൂട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാനും നൊമാഡിയനും യാസറും എല്ലാവരും കൂടെ ഇതേപോലത്തെ നൈറ്റ് ഫോട്ടോഗ്രാഫി നിങ്ങൾക്ക് ഇതേപോലെ നല്ല രസമാണ്. നല്ല യാതൊരു രീതിയിലുമുള്ള ഓവർ എക്സ്പോസ്ഡ് ആവുകയോ ഒന്നുമില്ല. നല്ല രസമായിട്ട് തന്നെ ഹൈലൈറ്റും HDR കൺട്രോളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ രേഷ്മയുടെ ഒരു ഫോട്ടോ ഞാൻ എടുത്തതാണ്, നമ്മുടെ നൊമാഡിയൻ. പിന്നെ നല്ല കളർഫുൾ സാധനങ്ങളൊക്കെ കണ്ടില്ലേ, ഇതുപോലത്തെയൊക്കെ നല്ല രസമായിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് കളർ റീപ്രൊഡക്ഷനൊക്കെ നല്ല വിവിഡായിട്ടുള്ള കളേഴ്സാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ട്രൂ ടു ദ കളറല്ല, കുറച്ചും കൂടെ റെഡ്സൊക്കെ കുറച്ചും കൂടെ പഞ്ചി ആയിട്ട് നമുക്കിതിൽ ഫീൽ ചെയ്യും. കുറച്ചും കൂടെ കോൺട്രാസ്റ്റ് കൂടിയ ഫോട്ടോസ് ആയിട്ടാണ് ഈ ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ രാത്രി എടുത്ത ഫോട്ടോസാണ്. എന്ത് മനോഹരമായിട്ടാണ് അത് വന്നേക്കുന്നത്. ആ കളേഴ്സും കാര്യങ്ങളൊക്കെ നല്ല ബൊക്കെയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നൈറ്റ് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ തന്നെ കളേഴ്സ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ലൈറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നതും നമുക്കിവിടെ കാണാം. നല്ല രീതിയിൽ തന്നെ ഉണ്ണിയപ്പം പോലത്തെ ഒരു സാധനമുണ്ട്, ലുക്കൈ മൊത്തമുണ്ട്. ആ സാധനം പൊരിക്കുന്നതിൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഫോട്ടോസാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത്യാവശ്യം ലോ ലൈറ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴും എനിക്ക് ഈ ഒരു ഫോണ് നല്ലതായിട്ടാണ് ഫീൽ ചെയ്തത്. നല്ലൊരു ക്യൂട്ട് ഫോട്ടോ ആണ്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷനും ബൊക്കെയൊക്കെ ആണല്ലേ, ഭയങ്കര രസമുണ്ട്. So yeah, you can take these kind of nice pictures with this particular device, especially ആ പറയുന്ന 5X ടെലിഫോട്ടോ. ഈ പറയുന്ന സയസിൻ്റെ ലൈക്ക പരിപാടിയാണ് അവർ പിടിച്ചത്. സയസ് അല്ല, ഇതിൻ്റെ അകത്തൊരു 5X ലൈക്ക പരിപാടി അവരുണ്ട്, മാസ്റ്റർ പോർട്രേറ്റ് എന്നാണ് അതിൻ്റെ പറയണത്. ആ ഒരു സാധനം വെച്ച് കിട്ടില്ല ഫോട്ടോസ് എടുക്കാം. പിന്നെ ലൈവ് വാൾപേപ്പർ പരിപാടിയും ഒക്കെ നൈസായിട്ടുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞു, ഈ സാധനം കണക്ട് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ജസ്റ്റ് ഇത് പവർ ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചാർജ് ചെയ്യണം കേട്ടോ, ഫുൾ ചാർജ് ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതിനെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുമ്പോൾ പെയറിങ് ആയി. ഇതിലൊക്കെ സൗണ്ടൊക്കെ കേൾക്കണം. എന്നിട്ട് ബ്ലൂടൂത്ത് ഓൺ ചെയ്യാം. ബ്ലൂടൂത്ത് വഴിയാണ് കേട്ടോ. അതുകൊണ്ട് ഈ സാധനം വന്നിട്ടുണ്ട്, എടുക്കുക, ഹലോ. എന്നിട്ട് പ്രിൻറ്റ് ഫോട്ടോയും പ്രിൻറ്റ് ലൈവ് ഇത് കണ്ട. ഈ ലൈവ് എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ലൈവ് വാൾപേപ്പർ, നമ്മുടെ ലൈവ് ഫോട്ടോസിൽ ഇതിൽ നിന്ന് എടുക്കുന്ന ലൈവ് ഫോട്ടോസ് അത് നമുക്ക്
ഈ സാധനത്തിലോട്ട് പ്രിൻ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഫോട്ടോ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ, ആ ലൈവ് ഫോട്ടോ നമുക്ക് ഫോണിൽ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു പരിപാടിയാണത്. സൗണ്ട് ഫോട്ടോസ് ഉണ്ട്, മൈ എയർ ഫോട്ടോസ്, ഇത് ഇങ്ങനെ പല സാധനങ്ങളും നമുക്കിതിൽ കിട്ടും. പ്രിൻ്റ് ഔട്ട് എടുത്ത് കാണിച്ചു നല്ല കിടിലം ക്ലാരിറ്റി തന്നെയാണ്. ഇതിൽ നമുക്ക് എന്നിട്ട് സെലക്ട് ചെയ്യാം എങ്ങനെ ഫോട്ടോ കൊടുക്കണം. ഇതേപോലെ ഒരു വൈറ്റ് ഒരു ഇങ്ങനെ സാധനം കൊടുക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കണോ, ഇത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതേപോലെ. ഓക്കെ, പക്ഷേ എന്തായാലും എടുക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് എടുക്കാം. ഇതങ്ങ് എടുക്കുന്നു, അങ്ങ് പ്രിൻ്റ് കൊടുക്കുന്നു. പ്രിൻ്റ് കൊടുക്കുന്ന സമയത്ത് ഇതിലോട്ട് വരും. ഷൂ 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 എന്നൊക്കെ സൗണ്ടൊക്കെ കൊണ്ട് നൽകിയിട്ടുണ്ട്. കണ്ടോ? ആ കണ്ട, ഇതാണ് ഈ പ്രിൻ്ററിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ മറ്റേ അതുപോലെയല്ല. നിങ്ങൾക്ക് ഏത് ഫോൺ ഇതിൽ കണക്ട് ചെയ്യാം. ഐഫോണൊക്കെ കണക്ട് ചെയ്യാം. ഐഫോൺ ആയാലും ഏത് ഫോൺ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഷവമി മാത്രമൊന്നുമല്ല, ജസ്റ്റ് ആ മീ ഹോം എന്ന് പറയുന്ന ആപ്പിൽ തന്നെ ഈ ഷവമി ഹോം ഇത് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. ഏത് ഫോണിൽ വേണമെങ്കിലും ഈ സാധനം കണക്ട് ചെയ്തിട്ട് ഫോട്ടോ ഇതുപോലെ എടുത്തിട്ട് പ്ലച്ചനെ എവിടെയെങ്കിലും ഒട്ടിക്കുക. എന്തിനാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ലൊരു വലിയ ഫോണൊക്കെ നോക്കുന്നവർക്ക്, ദുബായിലുള്ളവർക്കൊക്കെ ഈ ഫോൺ നോക്കാം. നമ്മുടെ നാട്ടിൽ ഈ ഫോൺ ഇറങ്ങണം. എൻ്റെ പ്രൈസ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ദുബായിൽ ഈ ഫോണിൻ്റെ പ്രൈസ് എത്രയാണ് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. നമുക്ക് 2 ഫോണുകളാണ് പറഞ്ഞത്. ഒന്ന് ഷവമി 17Tയും പിന്നെ T Proയും. 12 GB റാം, 256 GB സ്റ്റോറേജിനും 2399 ദിർഹം, 2399 ദിർഹംസ്. അതേപോലെ 512 GB, അതായത് സെയിം ഫോണിൻ്റെ 512 GBക്ക് 2599 ദിർഹംസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഷവമി 17T Pro, അതായത് ഈ ഫോൺ 256 GB ഈ ഫോൺ 3 കളറാണ് വരുന്നത്. പർപ്പിൾ, ബ്ലാക്ക്, ബ്ലൂ. ആ ബ്ലൂ കളർ കിടിലാണ് കേട്ടോ, വെടിക്കെട്ട് ബ്ലൂ. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 2899 ദിർഹം, അതായത് 2899 ദിർഹംസ് ആണ് ഈ ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. 3 വേരിയൻ്റ് ആണ് വരുന്നത്. 12 GB 256, 12 GB 512, 12 GB 1 TB. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു വലിയ ഫോൺ നോക്കുകയാണ് വിത്ത് റിയലി ഗുഡ് ബാറ്ററി ലൈഫ്, നൈസ് പെർഫോമൻസ്, നൈസ് ക്യാമറ, ലൈക്ക എന്ന് പറയുന്ന ആ ഒരു ക്യാമറ പരിപാടി, ലൈവ് വാൾപേപ്പർ, ലൈവ് ഫോട്ടോ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നോക്കുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ റിയലി സ്മൂത്ത് ഫോൺ. നല്ല സോഫ്റ്റ്വെയർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 5 വർഷത്തെ സോഫ്റ്റ്വെയർ സപ്പോർട്ടും വരുന്നുണ്ട്. നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ആകെ എനിക്ക് തോന്നിയത് USB 2.0ൻ്റെ പോരായ്മയും പിന്നെ ഈ പറയുന്ന ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനറും USB 2.0 ആണ് അവന്മാർ ചവിട്ടിയേക്കണ സ്ഥലം. അതേപോലെ 5x പെരിസ്കോപ്പ് തന്നെയാണ് വരുന്നതും. സോ അങ്ങനെയൊന്നും യാതൊരു പ്രശ്നവും എനിക്ക് തോന്നിയില്ല. എന്താണെങ്കിലും നല്ല ക്യാമറ, നല്ല ഫോൺ, നല്ല കളർ. ഇതിൻ്റെ ഈ പർപ്പിളിനെ കാട്ടിലും ഇതിൻ്റെ ബ്ലൂ കളർ കിടിലോടെ. അപ്പോൾ എന്താണെങ്കിലും മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഡെഫിനറ്റ്ലി മേടിക്കാൻ പറ്റിയ ഒരു ഫോണാണ്. ഇതിൻ്റെ ഇന്ത്യൻ പ്രൈസ് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. വല്ലതും കിട്ടുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും ഇട്ടേക്കാം. പക്ഷേ ഈ ഫോൺ നാട്ടിൽ ഇറങ്ങണമെന്ന് ഞാൻ കേട്ടു. ഇത് 17T മാത്രമാണോ ഈ പ്രോയും ഇറങ്ങുമെന്ന് എനിക്കറിയത്തില്ല. 17T ഞാൻ പറഞ്ഞേ വലിയ മാറ്റമൊന്നുമില്ല. ചെറിയ ചെറിയ അവിടുത്തെ മാറ്റങ്ങളും അതിൻ്റെ സൈസ് വ്യത്യാസവും അങ്ങനെയൊക്കെ ഉള്ളൂ. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ വെരി ബിഗ് ഫോൺ വിത്ത് ലോട്ട് ഓഫ് ഫീച്ചേഴ്സ്, കിടിലൈറ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. നിങ്ങൾ എന്തായാലും ഈ ഫോണുകളൊക്കെ മേടിക്കുന്നവർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഡെഫിനറ്റ്ലി താഴെ രേഖപ്പെടുത്തുക. അതാകുമ്പോൾ ആൾക്കാർക്ക് മേടിക്കാൻ പോകുന്ന സമയത്ത്, ഈ ഫോൺ സെയിൽ സമയത്തോ അല്ലാതെയൊക്കെ മേടിക്കാൻ പോകുന്ന സമയത്തോ യൂസർ എക്സ്പീരിയൻസും കൂടെ വായിച്ചിട്ട് പോയി അവർക്ക് ആ ഒരു ഡിസിഷൻ എടുക്കുക. സോ ഡെഫിനറ്റ്ലി ഗിവ് യുവർ ഫീഡ്ബാക്ക്. ഓക്കെ, ഡോണ്ട് ഫർഗെറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകണേ എന്ന് പറഞ്ഞ് ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ ബൈ.